ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ആരുടെയൊക്കെ സമയദോഷം കൊണ്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ജയേഷിന് ഭാനുവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞതുകൊണ്ട് കൂടിയാ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പോയാൽ ഇരുഭാഗത്തും അതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ മകൻ്റെ ഭാവിയാണ്. അവൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. ഗായത്രി എന്താ വരാത്തത്? എന്നെ പേടിച്ചിട്ടാണോ? അത് പിന്നെ അമ്മയുടെ ഇളയമ്മയോട് പേടിയും ബഹുമാനവും കാണാതിരിക്കോ? ആദ്യം ഞാനും സൂര്യയും വന്ന് സംസാരിക്കുന്നത് നല്ലതെന്ന് തോന്നി. ഞങ്ങളാണല്ലോ ആദ്യോടെ വന്നതും. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ വീണ്ടും ഈ ആലോചന? എന്റെ മോനെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. ഈ ചോദ്യം അങ്ങോട്ടും ജയേഷിനോട് വേണമെങ്കിൽ എനിക്കും ചോദിക്കാം ആന്റി. പക്ഷെ അത് ശരിയല്ലല്ലോ. ഭാനുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഭാവന, ആദ്യം നിങ്ങൾ ഈ ബന്ധം ആലോചിച്ച് വന്ന സ്ഥിതിയിലല്ല ഇന്ന് നിങ്ങൾ. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അറിയാം. ഇപ്പോ നമ്മൾ അതിലേക്കൊന്നും കടക്കണ്ടെന്നേ ഞാൻ പറയും. എന്തായാലും അന്ന് ജയേഷിന്റെ അച്ഛമ്മ ആവശ്യപ്പെട്ടതും മാമൻ ആവശ്യപ്പെട്ടതും ഞങ്ങൾ മറന്നിട്ടില്ല. ഇന്ന് മാമൻ കാരണമാണെങ്കിലും ഭാനുവിനും അമ്മയുടെ വസ്തുവിൽ നിന്ന് നല്ലൊരു വിഹിതം അവകാശമായിട്ട് കിട്ടുമല്ലോ. പിന്നെ മറ്റു ചില തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മോന്റെ ഭാര്യയാവാൻ ഭാനുവിനെയായിരിക്കും ദൈവം നിയോഗിച്ചത്. അതുകൊണ്ടാണല്ലോ അവസാന നിമിഷം വീണ്ടും നമ്മൾ ഒത്തുകൂടിയത്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ലല്ലോ. അതൊക്കെ സമയദോഷത്തിന്റെ ആണെന്ന് കരുതിയാ പോരെ. ജയേഷിനോട് നിങ്ങൾ വരുന്ന വിവരം പറഞ്ഞില്ലായിരുന്നു? ഞാൻ വിളിച്ചിരുന്നു. അർജന്റായിട്ട് കോളേജിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അതെ ഭാവന, അവൻ്റെ കുറെ ക്ലാസ്സുകൾ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുക. അവൻ്റെ പ്രൊഫസറെ വിളിച്ചിട്ടാ ഇപ്പം പോയിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ ജയേഷിന്റെ സാന്നിധ്യം വേണ്ടല്ലോ. വിവരങ്ങൾ പറഞ്ഞാ പോരെ. അത് മതി സൂര്യ. ജയേഷിന്റെ അനുജനായിട്ടാ ആ കുടുംബത്തിലേക്ക് വരുന്നത്. ആ ഒരു കരുതല് എല്ലാ രീതിയിലും എന്നിൽ നിന്നുണ്ടാവും. എന്തായാലും ഞങ്ങൾ ഒരിക്കൽ കൂടി വരാം. അപ്പോ ജയേഷും കാണുമല്ലോ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാം. എന്താ മാമ? ഓക്കെ ഭാവന, അത് മതി. സൂര്യ, എന്നാ പിന്നെ ഞങ്ങള് ആയിക്കോട്ടെ. വരട്ടെ മുത്തശ്ശി. എന്താ മുത്തശ്ശിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? അല്ലെങ്കിലും അമ്മയുടെ ഭാവം അങ്ങനെ തന്നെയാ. നിങ്ങൾ ചെല്ല്. ശരി 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 സൂര്യ. കണ്ടോ അമ്മേ, അവര് കൃത്യമായിട്ട് വന്നത്. അതാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്.
ഗായത്രി ഇവിടെ വരണമായിരുന്നു. അമ്മ സമാധാനമായിട്ടിരിക്കുക. ഇനി ചേച്ചിക്ക് ഇവിടെ വന്നല്ലേ പറ്റൂ. വരണം, വരേണ്ടി വരും.